ഐസ് ഏജിന്റെ രണ്ടാം ഭാഗമായ ഐസ് ഏജ് ദ മെൽറ്റ് ഡൗൺ പുറത്തിറങ്ങിയത് 2006-ലാണ്. സ്ക്രാറ്റ് ഒരു മഞ്ഞുമല കയറുകയാണ്. അതാ ഒരു അക്കൗണ്ട്. ഐസിൽ പെട്ട് കിടക്കുന്ന ആ അക്കൗണ്ട് കഷ്ടപ്പെട്ടെടുക്കുന്നു. അപ്പോഴുണ്ടായ ദ്വാരത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. എന്തൊരു അപകടം വരുത്തി വെച്ചിട്ടുണ്ട്. ഐസ് മതിലുകൾ ചുറ്റപ്പെട്ട ഒരിടം. എല്ലാവരും സുഖസുന്ദരമായി അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ മാനിയും സിഡും ടിയാഗോയും താമസം. സിഡ് ഒരു കിഡ്സ് ക്യാമ്പ് തുടങ്ങാനുള്ള പ്ലാനിലാണ്. പക്ഷെ പിള്ളേർക്ക് അവനൊരു അമ്പലം മണിയാണ്. കഥയെല്ലാം പറഞ്ഞ് പിള്ളേരെ നൈസായി ഒതുക്കി നിർത്തുമ്പോൾ മാനിയോട് പിള്ളേർ ഫാമിലിയെ കുറിച്ച് ചോദിക്കുന്നു. മാനി ആകെ ചിന്തയിലാവുന്നു. ഒരുത്തരും എന്ന് പറയുന്നു, ഐസൊക്കെ ഉരുകുകയാണ്, എല്ലാവരും നശിക്കാൻ പോവുകയാണ്. എന്നാൽ മാനി സമ്മതിക്കുന്നില്ല. പണ്ടും ഐസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഐസ് ഉണ്ട്, ഇനിയും ഐസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിന്റെ കൂട്ടർക്കൊക്കെ വംശനാശം സംഭവിച്ചു നീ അറിഞ്ഞില്ലേ? പണ്ട് ഡൈനോസോഴ്സും ഇങ്ങനെ നശിച്ചു പോയതാണ്, ഇനി നമ്മളും. പിള്ളേരുടെ ആറ്റിറ്റ്യൂഡിൽ പിരി കയറിപ്പോയ സിഡ് മേലെ നിന്ന് ചാടാൻ നിൽക്കുമ്പോൾ മാനി വന്ന് രക്ഷിക്കുന്നു. ഇതിനിടയിൽ ഐസ് പാളി പൊളിഞ്ഞ് വെള്ളം കണ്ട് ടിയാഗോ ഭയക്കുന്നു. ടിയാഗോയുടെ ഭയം കണ്ട് സിഡ് കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് മാനി ഒരു സത്യം മനസ്സിലാക്കുന്നത്. അതെ, മഞ്ഞ് ഉരുകുകയാണ്. അവർ താമസിക്കുന്നതിന് മുകളിൽ ഒരു ജലാശയം ഡാം പോലെ ഐസ് മതിൽ സംരക്ഷിക്കുകയായിരുന്നു. ഒരു പ്രളയം ഏത് നിമിഷവും സംഭവിക്കാം. അറിഞ്ഞ കാര്യം താഴെയുള്ളവരെ അറിയിക്കുന്നുണ്ട്. എന്നാൽ ആരും അത് കേട്ട ഭാവം നടിക്കുന്നില്ല. ഒരു കഴുകൻ വന്ന് അത് ശരിവെക്കുന്നു. കുറച്ചകലെ ഒരു ബോട്ടുണ്ട്. അതിൽ കയറി പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൻ പറയുന്നു. 3 ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ. തെളിവ് അവരുടെ മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പാലായന സമയമായെന്ന് അവർ ഉറപ്പിക്കുകയാണ്. ആരും കാണാതെ ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പൊളിഞ്ഞു വീണ ഐസ് പാളിയിൽ ആ കാലഘട്ടത്തിനു മുമ്പ് ജീവിച്ച 2 ഉരകജീവികൾ ഉണ്ടായിരുന്നു, സിംബോസ്പോണ്ടിലസും പ്ലിയോസൊറോഡിയയും. നമുക്ക് അവർക്ക് തൽക്കാലം വിക്രം എന്നും മുത്തു എന്നും വിളിക്കാം, അല്ലെങ്കിൽ നാവ് പ്രശ്നമാവും. യാത്രക്കിടയിൽ തനിക്കൊരു കൂട്ട് ഇനി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ മാനി കുറച്ചു സമയം തനിയെ നിൽക്കണമെന്ന് പറയുന്നു. ഈ സമയം 2 ഒപ്പോസംസ് സിഡിനെയും ഡിയാഗോയും കലിപ്പിലാക്കുന്നുണ്ട്. മാനിയുടെ മുന്നിൽ മരത്തിൽ നിന്ന് ഒരു ഫീമെയിൽ മാമോത്ത് താഴെ വീഴുന്നു. അതെ, താൻ അവസാനത്തെ മാമോത്തല്ല എന്ന് അവൻ തിരിച്ചറിയുന്നു. ഈ ഫീമെയിൽ മാമോത്തിന്റെ പേരാണ് എല്ലി. 2 സഹോദരന്മാരുണ്ടെന്നെല്ലാം അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒപ്പോസംസ് ആയ ക്രാഷിമേഡിയും അവളുടെ പിന്നിലൊളിക്കുന്നു. അപ്പോൾ ഇവർ 2 പേരുമാണ് അവളുടെ സഹോദരങ്ങൾ. എല്ലിയുടെ വിചാരം അവളും ഒരു ഒപ്പോസമാണെന്നാണ്. മണ്ടിപ്പെണ്ണ്. സിഡ് ഇവരെയും ഒപ്പം കൂട്ടാമെന്ന് പറയുന്നു. ലോകത്തിന് ബാക്കി 2 മാമോത്തുകളല്ലേ ഉള്ളൂ. ഒരു പക്ഷേ മാമോത്തുകളെ വംശനാശത്തിൽ നിന്ന് ഇവർക്ക് രക്ഷിക്കാൻ പറ്റിയാലോ? എല്ലി ബ്രദേഴ്സിനെയും കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ യാത്ര തുടരുകയാണ്, ഡാം തകരാനും. എല്ലിയും പെരുമാറുന്നത് ഒപ്പോസംസിനെ പോലെ തന്നെയാണ്. മാനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. നീ മാമോത്താണെന്ന് കൺവിൻസ് ചെയ്യാൻ ഒരുപാട് അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാര്യം നടക്കണ്ടേ? ഡിയാഗോയുടെ നടത്തമൊക്കെ വെള്ളത്തെ ഭയന്നാണ്. താഴെ വെള്ളത്തിൽ നമ്മുടെ വിക്രമനും മുത്തും നീന്തി നടപ്പുണ്ട്. വെള്ളത്തിൽ വീണ സിഡിന്റെയും ഡിയാഗോയുടെയും പിന്നാലെ ഇവന്മാർ കൂടുന്നുണ്ട്. പക്ഷെ രക്ഷപ്പെടുന്നു. എന്നാൽ മാനിയുടെ മുന്നിൽ വിക്രമൻ പെടുന്നു. മാനി അവനെ ഒറ്റയേറ് വെച്ചു കൊടുക്കുന്നു. ഇനി വെള്ളം തൊടാതെ മാത്രമാവാം യാത്ര എന്ന് ഡിയാഗോ പറയുന്നു. എലി മാനിയുടെ ശക്തിയിൽ ഇംപ്രസ്ഡ് ആണ്. പക്ഷെ പ്രേമം തോന്നാൻ എലിക്ക് പറ്റില്ലല്ലോ, അവളൊരു ഒപ്പോസമല്ലേ.
എന്നാലും നിനക്കുള്ള പെർഫെക്റ്റ് മാച്ചാണ് അവളെന്ന് സിഡ് ഇടയ്ക്കിടയ്ക്ക് അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പോകും വഴി കാറ്റാടിക്കൂട്ടത്തിനടുത്തെത്തുമ്പോൾ എല്ലിക്ക് എന്തോ പഴയ ഓർമ്മകൾ വരുന്നു. കുഞ്ഞായിരിക്കെ തനിച്ചായ എല്ലി മാമത്ത് രൂപത്തിലുള്ള ഒരു കാറ്റാടി മരത്തിന്റെ ചുവട്ടിലെത്തുന്നു. അതിന്റെ താഴെ കിടക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ക്രാഷിന്റെയും എഡിയുടെ കുടുംബം അവളെ കൂടെ ചേർത്തുകയായിരുന്നു. അതെ, താനും ഒരു മാമോത്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഡിയാഗോയോട് തന്റെ വെള്ളത്തിനുള്ള ഭയം അംഗീകരിക്കാൻ സിഡ് പറയുന്നു. ധൈര്യത്തോടെ വെള്ളത്തിനെ നേരിടണമെന്ന് ഉപദേശിക്കുന്നു. മാമോത്തിന്റെ വംശനാശം തടയാൻ നമ്മൾ ഒന്നിക്കണമെന്ന് പറയുമ്പോൾ എല്ലി ചൂടാവുന്നു. മാനിക്ക് ഫുൾ ദുരുദ്ദേശമാണെന്നും പറഞ്ഞ് അവൾ പോകുന്നു. രാത്രിയാത്ര ഒപ്പോസംസിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. പിണക്കം തീർക്കാൻ മാനി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒപ്പോസംസും സമ്മതിക്കണ്ടേ? യാത്രക്കിടയിൽ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങുമ്പോൾ ഒരുവിധം അത് മറികടക്കാൻ എല്ലാവരും കൂടെ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ മാനിയും എല്ലിയും പരസ്പരം ക്ഷമ ചോദിക്കുന്നു. രണ്ടുപേരും കൂടി വീഴാൻ പോകുന്ന ഡിയാഗോയെ രക്ഷിക്കുന്നു. എല്ലാവരും ക്ഷീണം കാരണം ഉറങ്ങാൻ പോവുകയാണ്. ഉറക്കത്തിൽ സിഡിനെ കുറെ കുട്ടി സ്ലോത്തുകൾ തട്ടിക്കൊണ്ടു പോകുന്നു. അവനെ അവർ ഫയർ കിങ് എന്ന് വിളിക്കുന്നു. താനൊരു സംഭവമാണെന്ന മട്ടിൽ തീയൊക്കെ കത്തിച്ച് അവരെ വണ്ടടിപ്പിക്കുകയാണ് സിഡ്. തന്റെ ഹീറോയിസം സിഡ് എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ അവനറിയില്ലല്ലോ, അവന് അഗ്നിപർവ്വതത്തിൽ ബലി അർപ്പിക്കാനുള്ള പ്ലാനിലാണ് ഇവരെന്ന്. മെൽറ്റ് ഡൗൺ തടയാൻ അവനെ അതിലോട്ട് തള്ളിയിടുന്നു. പക്ഷെ രക്ഷപ്പെടുന്നു. രാവിലെയാവുന്നു. തിരിച്ച് ടീമിന്റെ അടുത്ത് തന്നെ എത്തുന്നു. രാത്രി നടന്ന കാര്യങ്ങളെല്ലാം സിഡ് അവരോട് പറയുന്നുണ്ട്. സിഡ് അല്ലേ, ആരെങ്കിലും വിശ്വസിക്കുമോ? കഴുകന്മാർ കൂട്ടം കൂട്ടമായി അവരുടെ ചുറ്റും കൂടുന്നു. പന്തികേട് മനസ്സിലാക്കി അവർ പെട്ടെന്ന് നീങ്ങുകയാണ്. ബോട്ടിന്റെ അടുത്ത് അവസാനം എത്തുകയാണ്. പക്ഷെ ഒരു ദുർഘട വഴി കടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. മാനിയും എല്ലിയും തീരുമാനത്തിൽ എതിരഭിപ്രായം കാണിച്ച് രണ്ടായി പിരിയുന്നു. മാനിയും കൂട്ടരും ബോട്ട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഡാം പൂർണ്ണമായി തകരുന്നു. എല്ലി ബോട്ടിന്റെ അടുത്ത് എത്തിയിട്ടില്ല. അവളും ഒപ്പോസംസും പാറക്കെട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. ചെറുവിടവിലൂടെ പുറത്തു കടന്ന ക്രാഷും വെടിയും മാനിയോട് വിവരം പറയുന്നു. അവർ തിരിച്ചു പോരുകയാണ് എല്ലിയെ രക്ഷിക്കാൻ. വെള്ളം കുതിച്ചു വരികയാണ്. മാനി എല്ലിയുടെ അടുത്തെത്തുന്നു. അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഭയം മറന്ന് ഡിയാഗോ സിഡിനെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അങ്ങനെ ഭയത്തെ മറികടന്ന് സിഡിനെ രക്ഷിക്കുന്നു. എല്ലി ഇപ്പോഴും കുടുങ്ങിക്കിടപ്പാണ്. അപ്പോഴേക്കും വിക്രമനും മുത്തും വന്ന് മാനിയെ പിടികൂടുന്നു. ആക്രമിക്കുന്നു. തിരിച്ചൊന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. അവരെ പറ്റിച്ച് അവരുടെ സഹായത്തോടെ ഗുഹ തുറപ്പിക്കുന്നു. അങ്ങനെ എല്ലിയെ രക്ഷപ്പെടുത്തുന്നു. ടീം പക്ഷേ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ബോട്ട് വെള്ളത്തിലെത്തുന്നു. ഈ സമയം നമ്മുടെ സ്ക്രാച്ച് മല കയറുകയാണ്.
വീണ്ടും ഐസിൽ വിള്ളൽ. പക്ഷെ ഈ സമയം അത് നല്ലതിനായിരുന്നു. കുത്തിരിച്ചു വന്ന വെള്ളമെല്ലാം ആ വഴി ഒഴുകിപ്പോകുന്നു. എല്ലാവരും പ്രളയം അതിജീവിച്ചിരിക്കുന്നു. സിഡ് കുട്ടിസ്രോത്തുകളെ കുറിച്ച് പറഞ്ഞത് എല്ലാം സത്യമാണെന്ന് ഡിയാഗോ മനസ്സിലാക്കുന്നു. അവർ അവനെ ദൈവമായി കണ്ട് കൂടെ നിൽക്കാൻ വിളിക്കുന്നു. എന്നാൽ ഡിയാഗോ സിഡ് തന്റെ ഫാമിലിയെ വിട്ട് എങ്ങോട്ടും വരുന്നില്ല എന്നും അവനാണ് ടീമിനെ ഒരുമിച്ച് നിർത്തുന്നതെന്നും പറയുന്നു. മറ്റൊരു അത്ഭുത കാഴ്ച കൂടി അവിടെ കാണാൻ കഴിയുന്നു. മാനിയും എലിയും അവസാനത്തെ മാമോത്തുകളല്ല എന്ന സത്യം. എലി അവരുടെ കൂടെ പോവാനാണ് കരുതുന്നത്. പക്ഷെ മാനി അവരുടെ കൂടെ ചേരുന്നില്ല. രണ്ടും കൽപ്പിച്ച് മാനി എലിയെ ഒരു പുതിയ തുടക്കത്തിനായി പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ അവർ അവരുടേതായ സ്പെഷ്യൽ കൂട്ടമായി യാത്ര തുടരുന്നു. അപകടം പറ്റിയ സ്ക്രാച്ച് ഇപ്പോൾ സ്വർഗ കവാടത്തിനടുത്ത് എത്തി നിൽക്കുകയാണ്. ഹായ്, നിറയെ അക്കൗണ്ട്സ്. പക്ഷെ കണ്ണ് വിലക്കപ്പെട്ട അക്കൗണ്ടിലാണ് എത്തിപ്പെട്ടത്. അത് തൊടാൻ തുനിഞ്ഞതും അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു, ഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നു. സത്യത്തിൽ രക്ഷപ്പെടാൻ കാരണം സിഡ് കൊടുത്ത CPR ആയിരുന്നു. നല്ലൊരു സ്വർഗീയ ജീവിതം നഷ്ടത്തിലാക്കിയ കലിപ്പിൽ സ്ക്രാച്ച് സിഡിന്റെ പിന്നാലെ കൂടുന്നിടത്ത് മൂവി അവസാനിക്കുന്നു.